പെബിൾസ് മലയാളം. കൃഷിക്കാരനും കിണറും. കൃഷിസ്ഥലത്ത് ജലസ്രോതസ് തേടുന്ന ഒരു കർഷകൻ തന്റെ അയൽക്കാരനോട് ഒരു കിണർ വാങ്ങിച്ചു. അയൽക്കാരൻ ഒരു സൂത്രശാലിയായിരുന്നു. കിണറിൽ നിന്നും വെള്ളമെടുക്കാൻ കർഷകനെ അനുവദിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കിണറാണ് വിറ്റത്, വെള്ളമല്ല എന്നും പറഞ്ഞ് അദ്ദേഹം ദൂരത്തേക്ക് പോയി. കർഷകൻ എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഗ്രാമത്തലവന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം ഒരു ബുദ്ധിശാലിയായിരുന്നു. കർഷകൻ നടന്നതെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. ഗ്രാമത്തലവൻ കർഷകനെയും അയൽക്കാരനെയും വിളിപ്പിച്ചു. എന്നിട്ട് അയൽക്കാരനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ കിണറിൽ നിന്നും വെള്ളമെടുക്കാൻ അനുവദിക്കാത്തത്? തന്ത്രശാലിയായ അയൽക്കാരൻ പറഞ്ഞു, ഞാൻ കിണറാണ് വിറ്റത്, വെള്ളമല്ല. അതുകൊണ്ട് എന്റെ വെള്ളമെടുക്കാൻ കഴിയില്ല. ഇതിന് ഗ്രാമത്തലവൻ മറുപടി പറഞ്ഞു, എല്ലാം വളരെ നല്ലതു തന്നെ എന്ന് തോന്നുന്നു. വെള്ളം വിറ്റിട്ടില്ലെങ്കിൽ വെള്ളം നിങ്ങളുടേത് തന്നെയാണ്. പക്ഷേ ഈ വെള്ളത്തിന്റെ ഒരു കച്ചവടവും കൃഷിക്കാരന്റെ കിണറിൽ നടത്താൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് വെള്ളം ഒഴിവാക്കുകയോ അത് ഉപയോഗിച്ച് തീർക്കുകയോ ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് കിണറിന്റെ ഉടമസ്ഥന്റേതായി മാറും. തന്നെ കബളിപ്പിക്കുകയും പാഠം പഠിപ്പിക്കുകയും ചെയ്തുവെന്ന് മനസ്സിലാക്കിയ അയൽക്കാരൻ ക്ഷമ ചോദിച്ചു. കൃഷിക്കാരനും അലസരായ പുത്രന്മാരും. ഒരു ഗ്രാമത്തിൽ രാജേഷ് എന്ന കഠിനാധ്വാനിയായ കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കരൺ, അർജുൻ, യശ് എന്നീ 3 ആൺമക്കളുണ്ടായിരുന്നു. 3 പേരും ആരോഗ്യമുള്ളവരും ശക്തരുമായിരുന്നു. പക്ഷെ അവർ മടിയന്മാരായിരുന്നു. മക്കളുടെയും കൃഷിസ്ഥലത്തിന്റെയും ഭാവിയെക്കുറിച്ച് രാജേഷ് സങ്കടപ്പെട്ടു. ഒരു ദിവസം രാജേഷിനൊരു ആശയം ലഭിച്ചു. അവൻ തന്റെ എല്ലാ മക്കളെയും വിളിച്ചു പറഞ്ഞു, നമ്മുടെ കൃഷിയിടത്തിൽ ഞാനൊരു നിധി കുഴിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിധി തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടേതായിരിക്കും. 3 ആൺമക്കളും സന്തോഷിച്ചു. അവർ കൃഷിയിടത്തിൽ പോയി തിരയാൻ തുടങ്ങി. കരൺ ഒരറ്റത്തു നിന്നും ആരംഭിച്ചു. അർജുൻ മറ്റേ അറ്റത്തു നിന്നും തിരഞ്ഞു. യശ് നടുവിലും തിരയാൻ തുടങ്ങി. അവർ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. രാജേഷ് തന്റെ മക്കളോടായി പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ നിലം ശരിക്കും വിതയ്ക്കാൻ പാകമാക്കിയിരിക്കുന്നു. നമുക്കിതിൽ വിത്ത് വിതയ്ക്കാം. മക്കൾ 3 പേരും സമ്മതിച്ചു. അവർ വിത്ത് വിതച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിത്ത് മുളച്ച് എല്ലായിടത്തും പച്ച വിരിച്ചു. രാജേഷിനും മക്കൾക്കും സന്തോഷമായി. അദ്ദേഹം മക്കളോട് പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ യഥാർത്ഥ നിധി. രാജേഷിന്റെ 3 മക്കളും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി. കുഞ്ഞുങ്ങളെ, ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്താണ്? കഠിനാധ്വാനത്തിന്റെ ഫലം എപ്പോഴും മധുരമുള്ളതാണ്. പെബിൾസ് മലയാളം.